വേൾഡ് കപ്പിൽ സഞ്ജുവിനെ എടുത്ത ശേഷം സഞ്ജു ഏത് പൊസിഷനിൽ കളിക്കുമെന്നതാണ് ചോദ്യചിഹ്നം. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതാണ്. ഇപ്പോഴത്തെ സഞ്ജുവിനോട് ഏത് പൊസിഷനിൽ കളിക്കുമെന്ന ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ആരാധകർ. സ്റ്റാർ സ്പോർട്സിനോട് സഞ്ജു മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. സഞ്ജു മികച്ച രീതിയിൽ IPL കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് സ്ഥാനം അർഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സഞ്ജുവിനോട് ഏത് പൊസിഷനിൽ കളിക്കുമെന്ന ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇതിന് സഞ്ജു ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ എനിക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. രോഹിത് ശർമ്മയും കോച്ചുമാണ് പ്ലേയിങ് 11 തീരുമാനിക്കുന്നത്. എനിക്കിപ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് രാജസ്ഥാന് കപ്പ് നേടിക്കൊടുക്കണം. അതിൽ മാത്രമേ ഞാനിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. വേൾഡ് കപ്പിൽ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ കളിക്കും. എന്നെ ഒരുപാട് വട്ടം ടീമിൽ എടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് പ്ലേയിങ് 11 ശരിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ സൈഡ് ബെഞ്ചിലായിരിക്കും എനിക്ക് സ്ഥാനം. വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് കളിക്കാൻ സാധിക്കുമെന്നത് സംശയമാണ്. മെയിൻ കീപ്പറായിട്ട് ഋഷഭ് പന്തിനെയാണ് എടുക്കുന്നതെന്ന് സീനിയർ സെലക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് കീപ്പിങ്ങിൽ സ്ഥാനമുണ്ടായിരിക്കില്ല. ഇനി മറ്റു ബാറ്റിംഗ് ഓർഡറിൽ എന്നെ കളിപ്പിക്കാൻ സാധ്യത കുറവാണ്. എനിക്ക് പ്ലേയിങ് 11 അവസരം കിട്ടാൻ സാധ്യതയില്ലെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. സഞ്ജുവിന് വീണ്ടും സൈഡ് ബെഞ്ചിലായിരിക്കും സ്ഥാനം. സീനിയർ സെലക്ടർ അഗാക്കർ അതാണ് പറഞ്ഞത്. മെയിൻ കീപ്പറായിട്ട് ഋഷഭ് പന്ത് ആയിരിക്കും പ്ലേയിങ് 11 ഉണ്ടായിരിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ വീണ്ടും സൈഡ് ബെഞ്ചിൽ ഒതുക്കാനാണ് BCCIയുടെ പദ്ധതി. ആരാധകർ ഒരുപാട് പ്രതിഷേധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും ടീമിൽ കളിപ്പിക്കില്ലെന്നത് ഉറപ്പായിരിക്കുകയാണ്. പേരിന് മാത്രമാണ് സഞ്ജുവിനെ എടുത്തിരിക്കുന്നത്. എല്ലാ മാച്ചിലും ഋഷഭ് പന്ത് കളിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.